മുരുടേശ്വരത്ത് നിന്ന് ഞങ്ങൾ നേരെ മൂകാംബിക ടെമ്പിളിലോട്ടാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുരുടേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് മൂകാംബികയിലോട്ട് ബസ് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 60 കിലോമീറ്റർ, ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ മൂകാംബിക എത്തും. ഞങ്ങൾ ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ മുരുടേശ്വരത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് മൂകാംബിക ബസ് സ്റ്റാൻഡിലെത്തി. ഈ കാണുന്നതാണ് മൂകാംബിക ബസ് സ്റ്റാൻഡ്. ഇത് നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറയുന്ന മൂവിയിൽ ഒരുപാട് ഷോട്ട്സിൽ ഈ ബസ് സ്റ്റാൻഡ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ മൂവി കണ്ടവർക്ക് മനസ്സിലാവും. ബസ് ഇറങ്ങി ഏകദേശം ഒരു 2 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഒരു 1 കിലോമീറ്റർ അത്രയേ ഉള്ളൂ അമ്പലത്തിലോട്ട്. ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു ഹോട്ടലിലെത്തി ഞങ്ങൾ നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ റൂമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. റൂമൊന്നും നേരത്തെ ബുക്ക് ചെയ്ത് സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ റൂം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ദേവസ്വത്തിൻ്റെ ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഒരു റൂമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് 2 റൂം വേണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ റൂം എടുത്തു. റൂമിലെത്തി ഫ്രഷൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു 9-10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് അടുത്തുള്ള കടകളിലൊക്കെ ഒന്ന് വെറുതെ നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ കടകളിലൊക്കെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. ഓർണമെൻറ്റ്സിലായാലും അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളിലായാലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റേറ്റും വരുന്നുണ്ട്. 1-2 സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. CMOക്ക് ഒരു വളയും അതുപോലെ തന്നെ ഞാനൊരു ഇയറിംഗ് ഒക്കെ എടുത്തു. ഈ കാണുന്നതാണ് ദേവസ്വത്തിൻ്റെ ജഗദാംബിക ഗസ്റ്റ് ഹൗസ്. ഇതുപോലെ തന്നെ ലളിതാംബിക ഗസ്റ്റ് ഹൗസും ഉണ്ട്. അത് അപ്പുറത്തെ സൈഡിലായിട്ടാണ് വരുന്നത്. ഇത് നേരെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ട് വരും. ഇവിടെ ഒരു റൂമിന് 300 രൂപയെ വരുന്നുള്ളൂ. AC റൂമാണെങ്കിൽ 800 രൂപ. അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത റൂമായിരുന്നു. ഞങ്ങൾ ഇവിടെ ആയിരുന്നു ആക്ച്വലി നോക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഫുള്ളായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇവിടുത്തെ അത്യാവശ്യം ഷോപ്പൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറച്ചിങ്ങനെ അവിടെയൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ റെഡിയായി. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി തൊഴുതിന് ശേഷം വേണമായിരുന്നു കുടജാദ്രി പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റെയിനി സീസൺ ആണ് അവിടെ. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിൻ്റെ അകത്തെത്തിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ നടപ്പന്തൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിനുള്ളിലെത്തിയാൽ അങ്ങനെ മഴ കൊള്ളില്ല. മൂകാസുരനെ വധിച്ച പാർവതി ദേവിയാണ് മൂകാംബിക ദേവിയായി ഇവിടെ കുടികൊള്ളുന്നത് എന്നതാണ് ഐതിഹ്യം. പ്രശസ്തമായിട്ടുള്ള സൗപർണിക നദിയുടെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രമുള്ളത്. ഞങ്ങൾ ഓഫ് സീസണിൽ പോയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഇനി തിരക്കുള്ള ദിവസങ്ങളിൽ പോകുന്നവർക്ക് സ്പെഷ്യൽ ദർശനം വരുന്നുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. ഞങ്ങൾ CMO എഴുത്തിനെടുത്താന്നും കൂടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എഴുത്തിനെടുത്താൻ വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് റെസിപ്റ്റ് എടുക്കണം. അതിനുശേഷം ഇവിടെയാണ് മണ്ഡപം വരുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എഴുത്തിനെടുത്താൻ വേണ്ടിയിട്ട് 2 വയസ്സും 2 മാസം ആവണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഒരു വിശ്വാസപ്രകാരം എഴുത്തിനെടുത്തതിന് ശേഷം മാത്രമേ കുഞ്ഞുങ്ങളെ കൊണ്ട് എഴുതിക്കാനും അതുപോലെ തന്നെ പഠിപ്പിക്കാനൊക്കെ പറ്റുള്ളൂ എന്നായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നേരത്തെ അങ്ങ് എഴുതിക്കാമെന്ന് വിചാരിച്ചു. CMOക്ക് 1.5 വയസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. 1 വയസ്സാകുമ്പോഴേക്കും തന്നെ CMO പെണ്ണുകൊണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കാനും അതുപോലെ ബുക്കൊക്കെ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വിശ്വാസപ്രകാരം 3 വയസ്സിനുള്ളിൽ അരിയിൽ എഴുതിക്കണം എന്നാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും 2 വയസ്സും 2 മാസം ആവണമെന്ന്. പക്ഷെ ഞങ്ങൾ എന്തായാലും അന്ന് തന്നെ എഴുതിക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഫസ്റ്റ് അവർ നമുക്ക് അരിയൊക്കെയുള്ള താലം തരും. അതിനുശേഷം അവർ പറഞ്ഞു തരും. അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ ഓരോന്നായിട്ട് എഴുതാണ് ചെയ്യുക. ആദ്യം ഹരിശ്രീ ഗണപതായ നമഃ എന്ന് എഴുതും. പിന്നെ അവരുടെ കന്നഡയിൽ എന്തോ ഒരു സരസ്വതി മന്ത്രമാണെന്ന് തോന്നുന്നു, അത് പറയും, അത് എഴുതണം. അതുപോലെ തന്നെ ABCD, പിന്നെ നമ്മുടെ മലയാളം ഈ അങ്ങനെ അക്ഷരമാല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. അതൊക്കെ എഴുതണം. ശേഷം ഞങ്ങൾ മൂകാംബികയുടെ ഫോട്ടോ സ്പോട്ടായിട്ടുള്ള തേരിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മോർണിംഗ് അമ്പലത്തിൽ ഫുഡില്ല. ഉച്ചയ്ക്ക് രാത്രിയാണ് ഫുഡ് വരുന്നത്. ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 2:30 വരെയാണ് ഫുഡ് കൊടുക്കുന്നത്. രാത്രി 8 മണി തൊട്ട് 9:30 വരെ. തൊഴുതിറങ്ങിയ ശേഷം ഞങ്ങൾ അമ്പലത്തിന് നേരെ ഫ്രണ്ടിൽ തന്നെ ഹോട്ടൽ അർച്ചന എന്ന് പറഞ്ഞിട്ടുള്ള കേരള വെജിറ്റേറിയൻ എന്ന് എഴുതിയിട്ടുള്ളൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒത്തിരി ഹോട്ടലുകൾ വരുന്നുണ്ട്. നല്ല ഫുഡായിരുന്നു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ കുടജാദ്രി ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിക്കുകയാണ്. അത്യാവശ്യം മഴ ഉള്ളതുകൊണ്ട് അമ്മയും അച്ഛനും CMO ഇല്ലയെന്ന് പറഞ്ഞു. ജീപ്പ് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയതിനു ശേഷം ട്രക്കിങ്ങിന് പോവാണ്. ട്രക്കിങ്ങിൻ്റെ വീഡിയോ ഞങ്ങൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.